ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കിയാലോ? അപ്പൊ ആദ്യം തന്നെ പൊട്ടറ്റോസിന്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് വേവിക്കാൻ വെക്കാണേ. പൊട്ടറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അങ്ങനത്തെ പൊട്ടറ്റോയ്ക്ക് നന്നായി വെന്ത് വന്നിട്ടേ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പൊ എല്ലാ പൊട്ടറ്റോസും നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ. ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തുട്ടാ. ഇനി നമുക്കൊരു തുണ്ടുപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും പിന്നെ അതേ കറിവേപ്പില ഒന്ന് കട്ടാക്കിയതാണ് ഇട്ട് കൊടുത്തേ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കാട്ടത്. അപ്പതേ ഒരു ചപ്പാത്തി കുഴക്കണ പോലെയാണ് കുഴച്ചെടുക്കണ്ടേ. മാവ് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. അങ്ങനെ നമുക്ക് മാവിന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇനി ഓരോ ബോൾസ് ആയിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടു ഭാഗവും നല്ല ക്രിസ്പി ആയി വരുന്ന വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ബൈ.